എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, നിങ്ങളിത് മനസ്സിലാക്കണം. ചില കെട്ടുകൾ നമ്മളെ പിശാചി കെട്ടും. അത് അഴിയണമെങ്കിൽ നമ്മൾ അനുദപിച്ച് കുമ്പസാരത്തിലൂടെ ഏറ്റുപറയണം. വേറെ ഒരു ദൈവം ഇല്ല അമ്മമാരെ, യേശു അല്ലാതെ. ഒരാളെ കാണിച്ചു തന്നാൽ ഞാൻ ഈ സുവിശേഷ വരെ നിർത്താവുന്ന ഞാൻ എല്ലാ വേദിയിലും പറയും. യുക്തിവാദികളായിക്കോട്ടെ, വേദപണ്ഡിതന്മാരായിക്കോട്ടെ, മതഗ്രന്ഥങ്ങൾ എടുത്തോ, സയൻസ് എടുത്തോ, ശാസ്ത്രമെടുത്തോ, യേശുവല്ലാതെ മറ്റൊരു ദൈവമുണ്ടെന്ന് തെളിയിച്ചാൽ, തെളിയിക്കുന്നത് ഇപ്രകാരമായിരിക്കണം: മനുഷ്യകുലത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്ത, മനുഷ്യകുലത്തിൻ്റെ പാപങ്ങൾ ഏറ്റെടുത്തിട്ട് പരിഹാരം ചെയ്ത് ഒരു വ്യക്തിയെ യേശുവല്ലാതെ രണ്ടാമതൊരാളെ ഏതെങ്കിലും മതഗ്രന്ഥത്തിൽ കാണിച്ചു തന്നാൽ ഞാൻ ഈ സുവിശേഷം വരെ നിർത്താം. ലോകത്തിലെ ഒരേ ഒരു മതഗ്രന്ഥത്തിലേ ഉള്ളൂ മനുഷ്യകുലം മുഴുവൻ്റെയും, ലോകം മുഴുവൻ്റെയും പാപങ്ങൾ ഏറ്റെടുത്ത് പന്തിയോസ് പിലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് മൂന്നിൻ്റെ അന്ന് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നുവെന്ന് പറഞ്ഞിട്ടുള്ള ഒരേ ഒരു പുസ്തകം ബൈബിളാണ്. ഈ ബൈബിളിൽ എഴുതിയിരിക്കുന്ന യേശുക്രിസ്തുവിനെ കുറിച്ച് പല ഗ്രന്ഥങ്ങളിലും എഴുതിയിട്ടുണ്ട്. മറിച്ച് മറ്റൊരു ഗ്രന്ഥത്തിലും വേറൊരാളിനെ കുറിച്ച് കാണിക്കാൻ പറ്റില്ല. 1 സാമുവേൽ 3:17 പറയുകയാണ്: മക്കൾ ദൈവദൂഷണം പറയുന്ന കാര്യം അറിഞ്ഞിട്ടും അത് തിരുത്താതിരുന്നത് മൂലം ഏലി പുരോഹിതൻ്റെ കുടുംബത്തിൻ്റെ മേൽ എന്നേക്കുമായി അനർത്ഥം വരാൻ പോകുന്നു. മക്കൾ ഈ തെറ്റ് ചെയ്തിട്ടും അത് തിരുത്താതിരുന്നത് മൂലം, അങ്ങനെയെങ്കിൽ മാതാപിതാക്കൾ ഇത് ചെയ്താലോ? അതുകൊണ്ട് അമ്മമാർ വിശ്വസിക്കണം, ആരെയും കണി കണ്ടാൽ നിങ്ങൾക്കൊരു ചുക്ക് സംഭവിക്കത്തില്ല. നിങ്ങൾ അങ്ങനെ വിലും കണി കണ്ടാലോ, അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക, മറ്റേതൊരു അന്ധവിശ്വാസവും നിങ്ങളെ തകർക്കില്ല. ചിലരാണെങ്കിൽ വീടിൻ്റെ മുകളിലേക്ക് ഒരു സൈസ് ചെടി കൊണ്ട് വളർത്തിയ, വീടിൻ്റെ മുകളിൽ ഏത് ചെടിയാണ് അമ്മമാരെ? മുള്ള് ഉള്ള ഒരു സാധനം, എന്തോ ആ ഒരു മുള്ള. വീടിന് അടുത്ത വീട്ടിൽ ആയില്യംകാരനാണ്, ഞങ്ങളുടെ വീട്ടിലൊന്നും. എന്തുമാത്രം അന്ധവിശ്വാസികളായി മാറിയെന്നറിയോ ചില മനുഷ്യർ. അത് മാറണമെന്നേ. അമ്മച്ചി ഇങ്ങനെ പ്രഖ്യാപിക്കണം: എൻ്റെ വീട്ടിൽ കർത്താവായ യേശുക്രിസ്തു ഉള്ളപ്പോൾ ഒരനർത്ഥവും, ഒരാവിചാരവും, ഒരു കൂടോത്രവും, ഒരു മന്ത്രവാദവും ഒന്നും ഏൽക്കില്ല. ചേർന്ന് പറ ഹല്ലേലൂയ. ഞാൻ സിമ്പിൾ ഉദാഹരണം പറയാം. എൻ്റെ വീട് മെയിൻ്റനൻസ് ചെയ്യുന്ന സമയത്ത് പ്ലംബർ വന്നുകൊണ്ട് പറയുകയാണ്, എന്നെ അറിയുന്നൊരു സ്നേഹിതനാണ് എൻ്റെ നാട്ടിൽ, ആൻ്റണി ബ്രദറിൻ്റെ ഈ ടോയ്ലറ്റിൻ്റെ ടാങ്ക് നിൽക്കാൻ പോകുന്നത് കന്നിമൂലയിലാണ്. ബ്രദറിന് വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സഹോദര, ആ ടാങ്ക് അവിടെയോ നീ നിർത്താവുള്ളൂ. കാരണം കന്നിമൂലയിൽ തന്നെയാണ് നിർത്തേണ്ടത്. കാരണം എൻ്റെ വീടിൻ്റെ മൂലക്കല്ല് ക്രിസ്തുവായി മാറിയപ്പോൾ ഈ കന്നിമൂലയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ചിലരുടെ വാസ്തുവാണ് ദൈവം, ചിലർക്ക് കട്ടളയാണ്, ചിലർക്ക് കന്നിമൂലയാണ്, ചിലർക്ക് എന്താ പറയുന്ന വാതിലാണ്, ചിലർക്ക് ഗേറ്റ് നിൽക്കുന്ന സ്ഥലം ശരിയല്ല, ചിലർക്ക് ഈ ആത്മാവിന് കയറി ഇറങ്ങാൻ ഹോള് വേണം. ഇത് തലച്ചോറിൽ കയറി ഇറങ്ങി നമ്മുടെ മക്കളെയും കൊച്ചുമക്കളെയൊക്കെ തളച്ചിട്ടിരിക്കുക. ചേർന്ന് പറ ഹല്ലേലൂയ. ഇനി അമ്മമാർ ആ പാരമ്പര്യ വിശ്വാസത്തെ ഒന്ന് തിരികെ കൊണ്ടുപോവാ. തിരുസന്ധ്യ ജപം കൊച്ചുമക്കളെ ഒന്ന് പഠിപ്പിക്കുക. കർത്താവിൻ്റെ മാലാഖയൊക്കെ ഒന്ന് പറഞ്ഞ് പഠിപ്പിക്കുക. ഇത് പറഞ്ഞു കൊടുക്കേണ്ട സമയത്ത് അവർക്ക് മറ്റു പലതും കൊടുത്തു. നമ്മൾ ട്യൂഷൻ, എൻട്രൻസ്, കൊച്ചി TV, വലിയ TV, മൊബൈല്, ഗെയിം ഇതെല്ലാം കുത്തിക്കയറ്റി കൊടുത്ത്. ഇപ്പോൾ അവരെ അടുത്ത് വിളിച്ചാൽ വരുമോ? ടെക്നിക്ക് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക്. എന്തെങ്കിലുമൊക്കെ പെൻഷൻ കിട്ടുന്ന കാശിൽ നിന്ന് അവന്മാർക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനം മേടിക്കണം. എന്നിട്ട് പറയണ്ട, ഇത് ഞാൻ തരാം, പക്ഷേ ഞാൻ പറയുന്ന കഥ കേൾക്കണം. അങ്ങനെ ഒരു കഥ അത് കിട്ടാൻ വേണ്ടി അവൻ മനസ്സോട് കഥ കേൾക്കും. അവൾ ആ കഥ പറഞ്ഞിട്ട് കൊടുക്കണം. അങ്ങനെ 3-4 പ്രാവശ്യം ഈ കഥ ഉള്ളിലോട്ട് കയറി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? പിന്നീട് അടുത്ത് വന്നിരിക്കും. അമ്മയേക്കാൾ അധികമായിട്ട്, അപ്പനേക്കാൾ അധികമായിട്ട് അമ്മാമ്മയ്ക്ക് എന്നെ ഇഷ്ടമാണെന്ന് കൊച്ചുമക്കൾ എന്ത് ചിന്തിക്കും? വിചാരിക്കും. പെൻഷനൊക്കെ കിട്ടുന്ന കാശ് കൊണ്ടൊക്കെ അവന്മാർ ടെക്നിക്ക് ഉപയോഗിക്കണം. അവന്മാർ അടുത്ത് വരാൻ വേണ്ടി വലിയ മൊബൈൽ പെൻഷൻ കാശിൽ മേടിച്ച് കൊടുക്കരുത്. ഇച്ചിരി കഴിയുമ്പോൾ നമ്മൾ വെറുക്കും. മനസ്സിലാകുന്നുണ്ടോ? മത്തായി 12:36 ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും.
വലിയ കാര്യങ്ങളൊന്നുമല്ല നമ്മളെ തകർക്കുന്നത്. നമ്മൾ എന്തുകൊണ്ടാണ് ഈ പ്രായത്തിലിരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരുപാട് ജപമാല ചൊല്ലിയിട്ട് നമ്മുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്താത്തത്? ചിലരുടെ ജീവിതത്തിൽ ഈ പ്രായത്തിലുള്ള ഒരു അമ്മ ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൻ്റെ അനന്തമായൊരു അഭിഷേകം ഈ ലോകത്തിലേക്ക് ഇറങ്ങും. ഒരു ഓർമ്മ എൻ്റെ മനസ്സിലേക്ക് വരിക. കാക്കത്തോപ്പിൽ ബേട്ടി അമ്മച്ചി എന്ന് പറഞ്ഞൊരു അമ്മച്ചി ഉണ്ടായിരുന്നു. വിധവയാണ്. ഈ വിധവയായ അമ്മച്ചി അന്നത്തെ കരസ്മാറ്റിക് ധ്യാനം കൂടി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ചു. അമ്മച്ചി മക്കളെയും കൊച്ചുമക്കളെയും എല്ലാം വിളിച്ചിരുത്തിയിട്ട് സ്തുതിപ്പിക്കുകയും ഹല്ലേലൂയ പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. ഒരുപാട് പേർക്ക് അത് കളിയാക്കലിൻ്റെ വിഷയമായി മാറിയത്. കാക്കത്തോപ്പിലെ മുണ്ടക്കയും തോപ്പും ആ ഇടകലർന്ന് കിടക്കുന്ന സ്ഥലത്ത് ഏതാനും ചെറുപ്പക്കാർ ചേരി തിരിഞ്ഞ് വടിവാളുകളുമായി വെട്ടാണവിടെ. അനേകരുടെ ചോരപ്പുഴയാണ് അവിടെ ഒഴുകിക്കൊണ്ടിരുന്നത് ആ കാലഘട്ടത്തിൽ. ഒരു ദിവസം ഈ അമ്മച്ചി പുറത്തേക്ക് വരുന്ന സമയത്ത് മുണ്ടയ്ക്കലുള്ള അക്രൈസ്തവരായ മക്കളുടെ കൂടെ ചില ക്രിസ്ത്യാനികൾ കൂട്ടുകൂടി കാക്കത്തോപ്പിലുള്ള ആ പ്രദേശത്തുള്ള തോപ്പ് സൈഡിലുള്ള ആ പ്രദേശത്തുള്ള ചെറുപ്പക്കാരുമായിട്ട് വടിവാളുമായിട്ട് വെട്ടാൻ ഇങ്ങനെ എരച്ച് കയറി വരുന്ന സമയത്ത് ഈ അമ്മച്ചി കയറി നിന്നിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നു മക്കളെ നിങ്ങൾ അകന്നു പോടാ എന്ന് പറയുന്ന സമയത്ത് അമ്മച്ചീനെ ഒരു മനുഷ്യൻ പിടിച്ചൊരൊറ്റ തള്ളി അമ്മച്ചി കരം ഉയർത്തിയിട്ട് ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് പറഞ്ഞ് ഭാഷാവർത്തി സ്തുതിക്കാൻ തുടങ്ങി. പെട്ടെന്ന് എവിടുന്നോ ഒരു മനുഷ്യൻ വന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പെട്ടെന്ന് മാറിക്കോ, ഇതാ അധികാരികൾ ഇടപെടാൻ പോയാന്ന് പറഞ്ഞു. ഇവർ ചെതറി വീണ് ഓടി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു വർഷമായപ്പോൾ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഈ സമാധാനം നഷ്ടപ്പെട്ട് അന്ന് ഈ വെട്ടിനും അടിക്കും നേതൃത്വം നൽകിയ, കൊട്ടേഷൻ ടീമിൽ നേതൃത്വം നൽകിയ ആൻ്റണി പെരേര എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നേരെ ഓടി ധ്യാനകേന്ദ്രത്തിലേക്ക് പോയി. അവിടെ വെച്ച് പരിശുദ്ധാത്മാവ് അവനെ മാറ്റിമറിച്ച് ഇന്ന് കേരള സഭയിൽ മാത്രമല്ല ലോകത്തിൽ ആഫ്രിക്കയിൽ വരെയും പരിശുദ്ധ ബലിയെക്കുറിച്ച് ആധികാരികമായി സുവിശേഷം പറയുന്ന ഒരു ലോക സുവിശേഷ പ്രഘോഷകൻ്റെ പേരാണ് ആൻ്റണി പെരേര. ചിറ്റൂരിലാണ് അദ്ദേഹം ആരംഭം മുതലേ തോപ്പുകാരനാണ്. ആ മകനെ മാറ്റിമറിച്ചത് ഈ ബേട്ടി അമ്മച്ചിയിൽ നിറഞ്ഞു നിന്ന അഭിഷേകമാണ്.